അധ്യാത്മരാമായണം ബാലകാന്ഡം. വസിഷ്ഠന്റെ അഭിപ്രായ പ്രകാരം ദശരഥ മഹാരാജാവ് ഋഷ്യശൃംഖനെ വരുത്തി സരയൂ നദീ തീരത്ത് യാഗശാല പണിയിച്ചു. യാഗദീക്ഷ സ്വീകരിച്ച് രാജാവ് അശ്വമേധം നടത്തി. തുടർന്ന് ഭക്തിവിശ്വാസത്തോടെയും യാഗം നടത്തിച്ചു. ഋഷ്യശൃംഖൻ നടത്തിയ യാഗം കണ്ട് ദേവഗണങ്ങൾ തൃപ്തരായി. അന്നേരം അഗ്നിദേവൻ സ്വർണപാത്രത്തിലിരിക്കുന്ന പായസവുമായി ഹോമകുണ്ഡത്തിൽ നിന്നും പൊങ്ങി വന്നു. ദേവനിർമ്മിതമായ ഈ പായസം നിനക്ക് പുത്രൻ ഉണ്ടാകുവാനുള്ളതാണെന്ന് പറഞ്ഞ് അഗ്നിദേവൻ ദശരഥ മഹാരാജാവിന് അത് കൊടുത്തിട്ട് അന്തർധാനം ചെയ്തു. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമാനാകിയ ദശരഥൻ വിശ്വനായകനാവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമുഷ്ടികർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടുകൂടി ഹോമാഗ്നിയിൽ നിന്നും പൊങ്ങിനാൻ അഗ്നിദേവൻ. താവകം പുത്രിയാം ഈ പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനും കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കും കൗസല്യദേവിതാനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും. മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരായൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ